അമേരിക്കയിലെ സ്കൂളിൽ ഒരു വെടിവയ്പ് ഉണ്ടായിരിക്കുന്നു. ഈ കടുത്ത ആക്രമണം നടത്തിയ ആളിൻ്റെ തോക്കിലുണ്ടായിരുന്ന മുദ്രാവാക്യങ്ങളിൽ ചിലത് ഒന്ന് ഇന്ത്യയിൽ ആറ്റം ബോംബ് ഇടണം, മറ്റൊന്ന് ഇസ്രയേൽ തകരണം, മൂന്നാമതായിട്ടുണ്ടായിരുന്നത് മാഷാ അല്ലാ എന്നാണ്. പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതൊരു ജിഹാദി ആക്രമണം തന്നെയാണോ, ഒരു ഇസ്ലാമിസ്റ്റ്? അതായത് ഇതിനെ സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങളിൽ നമ്മൾ കാണുന്നത് ഇവര് മാഷാ അല്ലാ എന്ന് ഇവരുടെ പിന്നീടുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ ഇവരുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോയിൽ കുറേ തോക്കുകളുടെ ചിത്രമൊക്കെ ഉണ്ട്. അതിലൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാ, ന്യൂക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോംബിടണം. പിന്നെ ഇസ്രയേൽ മസ്റ്റ് ഫോൾ, ഇസ്രയേൽ നിലംപതിക്കണം. പിന്നെ ട്രംപിനെ കൊല്ലണം. അപ്പോൾ ഇവർ ട്രംപിൻ്റെ അടുക്കളയിൽ വരെ പ്രവേശനമുള്ള മാധ്യമപ്രവർത്തക ലോറ ലൂമർ എഴുതിയിരിക്കുന്നത് ഈ റോബിൻ വെസ്റ്റ്മാൻ ആണ് ഈ 2 കുട്ടികളെ വെടിവെച്ച് കൊന്ന് 11 പേർക്ക് പരിക്കുമൊക്കെ ഉണ്ട്. അതൊരു കത്തോലിക്ക സ്കൂളാണ്. കത്തോലിക്ക വിരുദ്ധ കഥാപാത്രമാണ് ഈ കൊലപാതകി. ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ പേര് റോബിൻ വെസ്റ്റ്മാൻ എന്നാണെങ്കിൽ ഒരു സ്ത്രീയെ പോലെയാണ് കുറേ നാളായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവർ ഇന്ത്യ വിരുദ്ധ, ജൂത വിരുദ്ധ, ട്രംപ് വിരുദ്ധ, അല്ലേ, മോദി വിരുദ്ധ ഇസ്ലാമിക പ്രചാരണങ്ങളിൽ വശംബദ്ധനായ കഥാപാത്രമാണ് ഇത്. അപ്പോൾ സോറോസ് തുടങ്ങിയിട്ടുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രചാരണങ്ങളിൽ വിശ്വസിച്ചു നമുക്ക് കരുതാം. മാത്രമല്ല ഈ ലോറ ലൂമർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒമറിൻ്റെ ജില്ലയിൽ നിന്ന് ആണ് ഈ കഥാപാത്രം വന്നിരിക്കുന്നത്, കൊലയാളി എന്നുള്ളതിൽ അത്ഭുതമില്ല. ഒമറിൻ്റെ ജില്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇത് സംഭവം നടന്നിരിക്കുന്നത് മിനിയാപോലിസിലാണ്. അപ്പോൾ അവിടുത്തെ സെനറ്റ് ഡെമോക്രാറ്റുകളുടെ, ബൈഡൻ്റെ പാർട്ടിയില്ലേ, ഡെമോക്രാറ്റുകളുടെ സെനറ്റർ ഒമർ ഫത്തെ, അദ്ദേഹത്തിന് ആ മുസ്ലിം സെനറ്ററെ ആണ് ഈ ഒമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒമർ മഹമ്മൂദ് ഫത്തെ ആണ് അവിടെ നിന്നുള്ള സെനറ്റർ എന്ന് പറഞ്ഞൊരു മുസ്ലിം സെനറ്റർ ഭരിക്കുന്ന മേഖലയിൽ ഇത്തരം സ്വാധീനങ്ങൾ അത്ഭുതമല്ല എന്ന് ലോറ ലൂമർ പൊതുവെ ഒരു കാര്യം നടന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കത്തോലിക്ക വിരുദ്ധ കഥാപാത്രമാണ് ഈ പറഞ്ഞ ഇസ്ലാമിക പ്രചാരണങ്ങളിൽ അതിൻ്റെയൊക്കെ സ്വാധീന വലയത്തിൽപ്പെട്ട കഥാപാത്രവുമാണ് ഇത്. പുലർച്ചെ 8:30 ഈ സ്കൂളിനോട് ചേർന്ന പള്ളിയിൽ കുർബാനയിൽ, അതായത് ഈ കുട്ടികൾ ചേർന്നിട്ട് ആദ്യത്തെ ആഴ്ചയിലെ ആദ്യ കുർബാനയാണ്. അപ്പോൾ ആ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാർശ്വങ്ങളിലുള്ള ജനാലകളിൽ കൂടിയാണ് വെടിവെച്ചത്. വാതിലുകളുണ്ടല്ലോ, വാതിലുകളൊക്കെ പലകകൾ വെച്ചൊക്കെ മറയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ കയ്യിൽ, റോബർട്ട് വെസ്റ്റ്മാൻ്റെ കയ്യിൽ റൈഫിള്, ഷോട്ട് ഗൺ, പിസ്റ്റൾ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ 17 പേർക്ക് പരിക്കുണ്ട്. റോബിൻ അത് കഴിഞ്ഞ് പാർക്കിംഗ് ലോട്ടിൽ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. മോട്ടീവ് എന്താണെന്ന് പോലീസ് കൃത്യമായിട്ട് പറഞ്ഞില്ല. ഇപ്പം നമുക്ക് അത്യാവശ്യം ഈ ഉള്ള വിവരങ്ങൾ വെച്ച് വളരെ വ്യക്തമാണല്ലോ. ഇവരുടെ ഭൂതകാലത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്, ഇവരുടെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതിൽ തന്നെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ മാനിഫെസ്റ്റോയിൽ നിറച്ചും ആയുധങ്ങളുണ്ട്, ഭീകര സന്ദേശങ്ങളുണ്ട്, ട്രംപിനെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിലാണ് ഈ ആക്രമണം നടന്നത്. സ്കൂളിലെ ആദ്യ ആഴ്ചയാണ്. അപ്പോൾ ഇതിപ്പോൾ അവിടുത്തെ FBI പറഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് ടെററിസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആഭ്യന്തര ഭീകരത എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലോറ ലൂമർ പറഞ്ഞതിനോട് ചേർന്ന് വരുന്ന വ്യാഖ്യാനമാണ് ഡൊമസ്റ്റിക് ടെററിസം എന്ന് പറയുന്നത്. ഏതോ തരത്തിൽ ഭീകരതയുമായിട്ടൊക്കെ ബന്ധമുള്ള
ആളാണ് ഈ കൊലപാതകി എന്നുള്ളത് വളരെ വ്യക്തമാണ്. സൗത്ത് മിനിയാപോലിസിലാണ് ഈ അനൻഷിയേഷൻ കാത്തലിക് സ്കൂള്. അവിടെ ഈ പ്രീ കിൻഡർ ഗാർട്ടൻ മുതൽ 8ാം ക്ലാസ് വരെ ആണ് അവിടെ വിദ്യാഭ്യാസം ഉള്ളത്. സെമി ഓട്ടോമാറ്റിക് ഗൺ ആണ് ഈ കൊല്ലാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കുറേ മിനിറ്റുകൾ വെടിവയ്പ് നീണ്ടു നിന്നു എന്ന് ദൃക്സാക്ഷികളുമൊക്കെ പറയുന്നുണ്ട്. സ്മോക്ക് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കഥാപാത്രത്തിന്, കൊലപാതകയ്ക്കൊരു ഭൂതകാലമില്ല, ക്രിമിനൽ ഭൂതകാലം ഇല്ല. ഇവർ റിച്ച് ഫീൽഡിലാണ് ജനിച്ചത്, അവരുടെ വീടും കാര്യങ്ങളൊക്കെ. അമ്മ ഇതേ സ്കൂളിൽ, ഈ കാത്തലിക് സ്കൂളിൽ ജീവനക്കാരിയായിരുന്നു അമ്മ. അച്ഛന് ഈ സ്കൂളിൽ നിന്ന് 1 മൈൽ അകലെ വീടുണ്ട്. ഈ പ്രദേശം ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണെന്ന് അർത്ഥം. യൂട്യൂബിലാണ് ഈ മാനിഫെസ്റ്റോ, ഈ കൊലപാതകയുടെ മാനിഫെസ്റ്റോ ഉള്ളത്. ആ മാനിഫെസ്റ്റോയിൽ ആയുധ ശേഖരങ്ങളുണ്ട്, കയ്യെഴുത്ത് എഴുതി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ രോഷം ഈ എഴുതിയ കാര്യങ്ങളിലൊക്കെ കാണാം. സ്കൂൾ ആക്രമണങ്ങൾ പലത് നടന്നിട്ടുണ്ടല്ലോ അമേരിക്കയിൽ, അതിൻ്റെ വിവരങ്ങളൊക്കെ ഇവർ പങ്കുവച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. സ്കൂൾ ആക്രമണങ്ങളൊക്കെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആത്മഹത്യയെ പറ്റി എഴുതിയിട്ടുണ്ട്, വിഷാദം, ഡിപ്രഷൻ എഴുതിയിട്ടുണ്ട്, വർണ്ണവിവേചനത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഐ ലവ് ഫാമിലി എന്നെഴുതിയിട്ടുണ്ട്. ഐ കാൻ ഡീൽ വിത്ത് ദിസ് എനിമോർ, ഇത് ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഒടുവിൽ ദ എൻഡ്, ഐ ആം സോ സോറി എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാം തീർന്നു, ക്ഷമിക്കണം, മാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പൊതുവെ ഈ മാനിഫെസ്റ്റോയിൽ ജൂതന്മാർക്കെതിരെ ഉള്ള ഒരു ആക്രമണം പറഞ്ഞിട്ടുണ്ട് അവർ. പിന്നെ ഫ്രീ പലസ്തീൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പലസ്തീൻ്റെ കൂടെ ജൂതന്മാർക്കെതിരെ ഹമാസിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന ഒരു മനസ്സാണ് കൊലപാതകയുടേത് എന്നുള്ളത് വളരെ വ്യക്തം. ഇവരൊക്കെ പറയുന്നൊരു സംഗതിയാണല്ലോ ഫ്രീ പലസ്തീൻ എന്ന് പറയുന്നത്. ഫാഷിസത്തിനെ വെറുക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. കുട്ടികളെ കൊല്ലുന്നൊരു സുഖമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. കുട്ടികളിങ്ങനെ വലിച്ചു പറിച്ച് കളയുന്നത് ഒരു വലിയ ആനന്ദമാണ് എന്നും എഴുതിയിട്ടുണ്ട് അവർ. പിന്നെ മുമ്പ് ഈ ഹുക്ക് സ്കൂളിൽ വെടിവെപ്പ് നടത്തിയ ആഡം ലാൻസോയോട് എന്താ പറയുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. മുമ്പൊരു സ്കൂളിൽ ഷൂട്ടിംഗ് നടത്തിയ കൊലപാതകയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോക്കിൻ്റെ മാസികകൾ യൂട്യൂബിലെ മാനിഫെസ്റ്റോയിൽ കാണുന്നുണ്ട്. പിന്നെ കിൽ ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2011 നോർവേയിൽ 77 പേരെ കൊന്ന നിയോ നാസി ബെൽവിങ് ബ്രെവിക്കിനെ പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നിയോ നാസിയെ പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ മസ്റ്റ് ഫോൾ മാഷ അള്ളാ എന്നൊരു ആയുധത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സ്കൂളിലെ വെടിവയ്പ് എന്ന് പറയുന്നത്. അത്ര നിർദോഷമല്ല. ഇന്ത്യക്കെതിരായ പരാമർശങ്ങൾ പോലും അതിൻ്റെ അകത്തുണ്ട്. ഇന്ത്യയും ഇസ്രയേലും സുഹൃത്തുക്കളാണല്ലോ, അതുകൊണ്ട് ഇന്ത്യക്കെതിരായ പരാമർശം. അടിസ്ഥാനപരമായിട്ട് ജൂതവിരുദ്ധത അതാണല്ലോ ഇസ്രയേലിന്. ഫ്രീ പലസ്തീൻ, പലസ്തീനോടുള്ള ഐക്യദാർഢ്യം, ഈ മനസ്സുമായിട്ട്, അതായത് നേരത്തെ ലോറ ലൂമർ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക അജണ്ട അല്ലേ, അജണ്ടയിൽ വീണുപോയ ഒരു കഥാപാത്രമാണ് ഈ കൊലപാതകി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.